ഇപ്പോൾ റീ റിലീസുകളുടെ കാലമാണല്ലോ. മമ്മൂക്കയുടെ 2 റീ റിലീസിംഗ് ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വന്നുപോയി. അതിൽ വളരെയേറെ കൊട്ടിഘോഷിക്കപ്പെട്ടെത്തിയ ചിത്രമായിരുന്നു വല്യേട്ടൻ എന്ന ചിത്രം. വല്യേട്ടൻ കാണാത്തവരായി മലയാളികൾ ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. കാരണം അത്രത്തോളം കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ ഇത്രത്തോളം ഒരുപാട് തവണ പ്രദർശിപ്പിച്ച ചാനലുകളിൽ വന്ന സിനിമ ഒരേ ഒന്നേ ഉള്ളൂ. അതാണ് ഒരേ ഒരു വല്യേട്ടൻ. എന്നിട്ട് പോലും ചിത്രം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആദ്യ ദിനങ്ങളിൽ കളക്ഷൻ നേടി. എന്നാൽ വലിയൊരു വിജയത്തിലേക്ക് ആ ചിത്രത്തിന് നടന്നെടുക്കാൻ സാധിച്ചില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ശരാശരിയിൽ ചിത്രം ഒതുങ്ങി എന്നാണ് പറയപ്പെടുന്നത്. കാരണം കളക്ഷന്റെ കാര്യമൊക്കെ പുറത്തു വന്നിട്ടില്ല. കൂടുതൽ പറയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടാണ് സിനിമ പുറത്തിറക്കിയതെന്ന് ആ ഇറങ്ങിയ ദിവസം തന്നെ നമ്മൾ അറിഞ്ഞിരുന്നു. അതിനു മുന്ന് വന്ന ഒരു സിനിമയായിരുന്നു പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന രഞ്ജിത്ത് ചിത്രം. ആ ചിത്രം ഒരിക്കലും റിലീസ് ചെയ്യാൻ പാടില്ലാത്തൊരു സിനിമയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കലാപരമായി ഉന്നത മേന്മകൾ ഉണ്ടെങ്കിലും ചിത്രം ഒരു എന്റർടൈനർ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു വട്ടം കാണാൻ വീണ്ടും തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയൊന്നുമല്ലായിരുന്നു. അതിലും മമ്മൂക്കയുടെ കഥാപാത്രങ്ങൾ വളരെ വ്യത്യസ്തങ്ങളാണ്. അഭിനേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത സിനിമ കൂടിയാണ്. അങ്ങനെ ചിത്രങ്ങൾ ഇങ്ങനെ വലിയ ലിസ്റ്റുകളായി കിടക്കുകയാണ് ഇനി വരാനിരിക്കുന്നത്. ഏറ്റവും പുതിയൊരു ചിത്രം ഇപ്പോൾ വരാനിരിക്കുകയാണ്. അതിന്റെ ട്രെയിലർ നാളെ പുറത്തു വരികയാണ്. മറ്റൊന്നുമല്ല, ആവനാഴി എന്ന എക്കാലത്തെയും മലയാള സിനിമയിലെ മെഗാ വിജയങ്ങളൊന്നായി മാറിയ പോലീസ് കഥാപാത്രങ്ങളുടെ അവസാന വാക്കെന്ന് എല്ലാവരും ആദ്യമേ തന്നെ പറഞ്ഞു വെച്ച സിനിമ. അങ്ങനെ ഇൻസ്പെക്ടർ ബൽറാം ആയി ആവനാഴിയിലൂടെ ആദ്യമായി വരവറിയിച്ചപ്പോൾ അതൊരു വലിയ സംഭവമായി മാറി. ആ ചിത്രം ഇതിനു മുമ്പും റീ റിലീസ് ചെയ്തിട്ടുള്ളതാണ്. 1-2 വട്ടം ഇതിനു മുമ്പ് റീ റിലീസ് ചെയ്യപ്പെട്ടതാണ് എന്നാണ് എൻ്റെ അറിവ്. ഇതിപ്പോൾ 4ാം തവണയോ അല്ലെങ്കിൽ 3ാം തവണയോ മറ്റോ ആണ് ചിത്രത്തിന്റെ റീ റിലീസ് ഉള്ളത്. ഏതായാലും HD ക്വാളിറ്റിയിൽ, അത് 4K റെസൊല്യൂഷനിൽ, അങ്ങനെ ഡോൾബി അറ്റ്മോസിൽ ചിത്രം റീമാസ്റ്റേർഡ് വെർഷനായിട്ട് 7.1 അറ്റ്മോസ് ഡോൾബിയിൽ സൗണ്ട് സിസ്റ്റത്തോടു കൂടി വരികയാണ്. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സാജ് പ്രൊഡക്ഷൻസ് ആണ്. റോഷിക എന്റർടൈനേഴ്സും ചേർന്നാണ് ചിത്രം പുറത്തിറക്കുന്നത്. മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച സൂപ്പർ ഡൂപ്പർ ഹിറ്റ് പോലീസ് ചിത്രം 38 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എത്തുകയാണെന്നാണ് ചിത്രത്തിന്റെ ആ പോസ്റ്ററൊക്കെ നല്ല ലുക്കായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ആവനാഴിയുടെ കാക്കി കൊണ്ട് എഴുതിയ ആവനാഴി, അതിലെ വള്ളിയൊക്കെ ഒരു ഗണ്ണാക്കി മാറ്റിയിട്ട് വളരെ രസകരമായിട്ട് തന്നെ ആ ഒരു സിനിമയുടെ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. നാളെ കൃത്യം 6 മണിക്ക്, വൈകിട്ട് 6 മണിക്ക് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വരികയാണ്. കാത്തിരിക്കുകയാണ് ട്രെയിലർ എങ്ങനെയായിരിക്കുമെന്നൊക്കെ കാത്തിരുന്ന് കാണാനായിട്ട്. മാത്രമല്ല, ചിത്രത്തിന്റെ പോസ്റ്ററുകളെല്ലാം തന്നെ ഗംഭീരമായിരുന്നു. ബൽറാം എന്ന കിടിലൻ കഥാപാത്രത്തെ മമ്മൂക്ക വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ ഹിറ്റാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ മമ്മൂക്കയുടേതായി വരാനിരിക്കുകയാണ്.